ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1977 ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി രൂപതയിൽ തങ്ങളുടെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച വൈദികരാണ് ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്നത്. ഏവർക്കും വിയാനി ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജന്മം കൊണ്ട് ചങ്ങനാശ്ശേരിക്കാരനും കർമ്മം കൊണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരനുമായ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യ മൈനർ സെമിനാരി റെക്ടർ, വികാരി ജനറൽ, കത്തീഡ്രൽ വികാരി, അമല പ്രസ് ഡയറക്ടർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്ത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ശൈശവദശയിൽ അതിനെ കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട മാത്യു ഏറത്തേടത്തച്ഛനെ നമ്മളിന്ന് പരിചയപ്പെടുന്നു. തൻ്റെ 90-ാമത്തെ വയസ്സിലും മണ്ണിനെയും മരങ്ങളെയും സ്നേഹിച്ച് വിയാനി ഹോമിൻ്റെ പരിസരങ്ങളെ മനോഹരമാക്കുന്ന അച്ഛൻ പുതുതലമുറയുടെ മുമ്പിൽ ഒരു വലിയ മാതൃകയാണ്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രത്യേകതകളുള്ള ശ്രേഷ്ഠനായ ഒരു പുരോഹിതനെയാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രായമാണ്. 90ൻ്റെ നിറവിൽ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, അവിഭക്ത ചങ്ങനാശ്ശേരി രൂപതയിൽ കാവുകാട്ട് പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട്, പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ സഭയുടെ വിവിധ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച് അവസാനം വികാരി ജനറലായി ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം ആഘോഷിക്കുന്ന ഒരു വൈദികനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ബാല്യകാലം, അച്ഛൻ്റെ കുടുംബം, മാതാപിതാക്കള്, ദൈവവിളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? എരമനക്കുളം ഇടവകയിൽ ഞാൻ ജനിച്ചത് 1935 5/5/35 ജനനത്തീയതി. എത്ര മക്കളായിരുന്നു അച്ഛാ? 3 ആണും 2 പെണ്ണും. 5 പേര് അല്ലേ? മുകളിലും താഴെയും സ്ത്രീകൾ. കന്യാസ്ത്രീ ഇപ്പം SIBS ഒരാൾ മഠത്തിൽ പോയിട്ടുണ്ട്. എന്നേക്കാൾ 7 വയസ്സ് കുറവാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അനിയത്തി. മാതാപിതാക്കന്മാരൊക്കെ ഒരു കാർഷിക പാരമ്പര്യം. അപ്പോൾ ആ സമയത്തെ മാതാപിതാക്കന്മാരുമായിട്ടുള്ളൊരു ബന്ധം, നിങ്ങളുടെ ഒരു കൂട്ട് അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ? കുടുംബത്തിൽ നിന്നുള്ളത് നല്ല ഫോർമേഷനായിരുന്നു. ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മച്ചി കുറച്ച് മയമാണ്. പിന്നെ മൂത്ത ചേട്ടന് ഞാൻ എന്നെക്കാളും 4 വയസ്സ് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് പ്രൈമറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്കൂളിൽ പോയി മക്കപ്പുഴ സ്കൂളിലാണ്. അപ്പോൾ പൊന്തമ്പഴ വരെ പോയിച്ച് പുള്ളിക്കാരനെ അങ്ങോട്ട് പോവുകയില്ല. ഒറ്റയ്ക്ക് പോവാണ് പേടിക്കണം. അന്നൊക്കെ കള്ളന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ 6ാം ക്ലാസ്സിൽ തോറ്റുപോയി. എല്ലാവരും ഫാദർ പറഞ്ഞു, നീ പഠിക്കണ്ട, ആടിനെ മേടിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ ഇങ്ങനെ ആടിനെ കൊണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിലൊക്കെ ചേട്ടൻ്റെ പരിപാടി ആടിനെ കൊണ്ടുപോവുക. അന്നേരം അത് കഴിഞ്ഞിട്ട് 3rd ഫോമിൽ ആകുന്ന അവസരത്തിൽ ക്രിസ്മസ് അവധിയായപ്പോഴത്തേക്ക് ഭയങ്കര പനിയുണ്ടായി. ഞാൻ ഒരു ദിവസവും ക്ലാസ് മുടക്കുകയില്ല. അങ്ങനെ ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് മണിമണിപ്പള്ളിയിൽ പെട്ടതാണ്. ഞങ്ങളുടെ പള്ളിയിൽ വലിയ പെരുന്നാളൊന്നുമില്ല. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന ഉടനെ കട്ടേ കയറി കിടന്നു. താമസിയാതെ ന്യൂമോണിയ അല്ല, അത് ഒന്നും അറിയത്തില്ലല്ലോ. ന്യൂമോണിയ എന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് മനസ്സിലല്ല, ഓർമ്മ പോയി. പനി കൂടി അല്ലേ? ഓർമ്മ പോയി. ഓക്കെ. അപ്പോൾ അവിടുന്ന് ഈ മന്ദമതി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അതൊരു ചാരികസേരയിൽ എടുത്ത് ആൾക്കാർ കൊണ്ടുവന്ന്. അപ്പം എനിക്ക് ഓർമ്മയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഓർമ്മ ഉണ്ടായി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വനമാണ്.
വനത്തിൽ വേനൽക്കാലം ആണ്. അപ്പോൾ കുറേ എല്ലാം ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിരിക്കാം. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണിലിങ്ങനെ സൂര്യപ്രകാശം അടിക്കുകയാണ്. അത് അവിടെ ചെന്ന് ആശുപത്രി കയറി സുഖമായി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓർക്കുന്നത്. അവിടെ ചെന്നിട്ട് ഒരു 16 ദിവസത്തേക്ക് ബോധമില്ല, നല്ല ഓർമ്മയില്ല. ബോധമില്ല. ശരി. അപ്പം ഈ ശാലമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി എന്നെ കൂട്ടുവരുന്നു ഇരിക്കുന്നത്. ഞാൻ ആശുപത്രിയിൽ പോരുന്നവരെ അമ്മച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കാണാനായിട്ട് ആരും വന്നിട്ടില്ലല്ലോ. ഇവിടെ നിന്നെ കാണാനായിട്ട് എല്ലാവരും വന്നു. നിനക്ക് ബോധം ഇല്ലായിരുന്നോണ്ട് അറിയാതിരുന്നത്. നീ മരിച്ചു പോകുന്ന കരുതിക്കൊണ്ട് അവരെല്ലാം പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് സാവകാശം സുഖമായി. പിന്നെ പോകാറ് നേരമായപ്പോഴത്തേക്ക് വീട്ടിലെ മൂത്ത പെങ്ങളായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തെ പെങ്ങൾക്ക് പനിയാണ് തുടങ്ങി. അപ്പം വീട്ടിൽ പോകണം എന്ന് ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു. അവരാരും ചോദിക്കില്ല. ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയാൽ കൊള്ളായിരുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോയാരെന്ന് ചോദിച്ചു. നല്ല അത്യാവശ്യമാണ്, പോകണമെന്ന് പറഞ്ഞു. എന്നാൽ 2 ദിവസം കഴിയിട്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് എഴുന്നേക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുന്നേക്കാം. എന്നാ എഴുന്നേക്കാം. എനിക്ക് അനങ്ങത്തില്ല. പിന്നെ പിറ്റേ ദിവസം പിന്നെയും വന്നു. ഡോക്ടർ വന്നു. ഇപ്പം പറഞ്ഞു എഴുന്നേറ്റ് സപ്പോർട്ട് എഴുന്നേറ്റ്. അന്നേരത്തിന് എഴുന്നേക്കാരായി. അന്നേരം ബസ്സിലൊക്കെ ഇച്ചിരിച്ചൂടെ ബലം വെച്ചു. ആശുപത്രിയിലെ കട്ടിനെല്ലാം പൊക്കം കൂടുതലല്ലേ. അവിടുന്ന് നിരങ്ങി കുടുംബത്ത് വന്നിട്ട് താഴോട്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ബലമില്ലാതെ വീണുപോയി. വീണുപോയില്ല, അവർ പിടിച്ചു. അപ്പം അതൊക്കെ മനസ്സിലാകുന്നത്. നമുക്ക് ഇങ്ങനെ ബലക്ഷയം ആയിക്കഴിഞ്ഞാലും നമ്മൾ ആരോഗ്യമുള്ള അവസരത്തിലാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. രോഗിയായിട്ട് ഇങ്ങനെ കിടന്ന അവസ്ഥയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഈ 2ാം പ്രാവശ്യം ഇറക്കി ഫാദർ വന്ന് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പം ബസ്സിൽ കയറി. ആദ്യമായിട്ട് ബസ്സിൽ കയറുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഇടവഴി ഉണ്ട്. അന്ന് വീട് കുറച്ചുകൂടെ പൊക്കത്തിലായിരുന്നു. അവിടുന്ന് എടുത്ത് അവിടെ കൊണ്ട് ഇറയത്തെ കട്ടിലിൽ കിടത്തി. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നു. ഒരു രോഗമെല്ലാം മാറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു പോയി പരീക്ഷ എഴുതണം. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഫൈനൽ പബ്ലിക് എക്സാം ഉണ്ടല്ലോ. പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം എഴുതുന്നില്ല, ഞാൻ തോറ്റോളാം, അടുത്ത കൊല്ലം ഞാൻ പള്ളിക്കുടത്തിൽ പോകുന്നുള്ളത് പറഞ്ഞു. അപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ തോറ്റ്. കാരണം പഴയ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. മൂത്ത ചേട്ടൻ ആണ് ഞങ്ങൾക്ക് തലയ്ക്ക് പോകുന്നത്. പുള്ളി ഈ പരീക്ഷയൊക്കെ എഴുതി ഫസ്റ്റ് ക്ലാസ് പാസ്സായി. പിന്നെ സെമിനാരി ഹൈസ്കൂൾ കോളേജിലേക്ക് പോയി. പുള്ളിയാണോ ടീച്ചറായി? അതെ. അച്ഛനൊരു ദൈവവിളിയിലേക്കുള്ള ഒരു തോന്നല് അങ്ങനെയുള്ളതൊക്കെ അത് ചെറുപ്പം മുതലേ പിള്ളേരെല്ലാം കൂടെ പറയുമായിരുന്നു അച്ഛനാകാൻ പോകണമെന്നോ. കാരണം ഞാൻ അടിപൊളി പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്തമായിട്ട് നടക്കും. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലെ ശാന്തശീലനായ ഒരു കുഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഹൈസ്കൂളിലെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയപ്പോഴത്തേക്ക് കുറേ കൂടെ ആയില്ലോ. അന്നും ജ്യേഷ്ഠനുണ്ട്, മൂത്ത ജ്യേഷ്ഠൻ കോളേജിൽ എന്നേക്കാൾ ഒരു ക്ലാസ് മുകളിലാണ്. വെളിയും പഠിക്കാൻ പഠിക്കണമായിരുന്നു. എവിടെയാച്ചാ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി എസ് ബിയിലായിരുന്നു. അത് അങ്ങനത്തെ അറിഞ്ഞു. പിന്നെ സെമിനാരിലോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അത് പിന്നീടാണ്. അച്ഛാ, നമ്മുടെ സെമിനാരി കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ സെമിനാരിയിലേക്ക് പോകാനായിട്ട് അച്ഛൻ ആദ്യം മുതലേ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഈ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്ത് അമ്മ ഇങ്ങനെ പ്രത്യേക ഒരു നേർച്ചയോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചു പോകുമെന്ന് ഓർത്ത ഒരു സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് എൻ്റെ മോനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ നിനക്ക് വേണ്ടി വേല ചെയ്യുന്ന അച്ഛനിത് ഓർക്കുമ്പോൾ തന്നെ അച്ഛനതൊരു കണ്ണു നിറയുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത് കർത്താവ് ആ സമയത്തെ കരം പിടിച്ചു എന്നുള്ളതാണ് അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. ഈ സെമിനാരി കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു ഫോർമേഷൻ എങ്ങനെയായിരുന്നു? വളരെ സ്ട്രിക്റ്റ് ആയിരുന്നായിരിക്കും അല്ലേ? അവിടെ എല്ലാം മര്യാദയായിട്ട് പോവുകയുള്ളൂ. എല്ലാം
അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നൊരു പശ്ചാത്തലം, സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സമയമൊക്കെ ആയിരിക്കും അല്ലേ? അത് 47. അച്ഛൻ ഓർമ്മയുണ്ടോ ആ സമയത്തെ കാര്യങ്ങളൊക്കെ? പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ കേട്ട് അറിയാമല്ലോ. അല്ല, അത് എങ്ങനെയാണ് നമുക്ക് സെമിനാരിയിലെ ഈ പേപ്പറൊക്കെ വായിച്ചാണോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്? അതെയോ? എല്ലാവർക്കും അറിയാവുന്ന പത്രം കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയെന്നുള്ളേ ഉള്ളൂ. കുടിക്കുകയില്ല. അതെന്താ പത്രം കുടിക്കുകയില്ലാത്ത? ഉഴപ്പി പോകും എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലൊരു ശ്രദ്ധ വരും എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? പിന്നെ അത് ഡിസ്ട്രാക്ഷൻ ആകും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. പക്ഷെ അന്നത്തെ ഒരു ചിന്തയായിരുന്നു അല്ലേ അങ്ങനെ? അത്രയ്ക്കും ഒരു ഗോഡ് ഓറിയൻറ്റഡ് ആയിട്ട് പോകണം എന്നുള്ള വലിയൊരു നിഷ്കർഷം, ആ ഒരു ചിന്തയുമായിരുന്നു. ഇപ്പം അങ്ങനെ അപ്പൊ പുറത്തെ വിവരങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറിയാ? അതൊന്നും അറിയുന്നില്ല നമ്മൾ സെമിനാരിക്ക്. എന്തൊക്കെ ആവശ്യമുള്ളത് പറഞ്ഞു തരും. അത് മറ്റേ അവർ പറഞ്ഞു തരും, ടീച്ചേഴ്സ് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. ബോംബെയിലായിരുന്നു ഞങ്ങളുടെ ഓർഡിനേഷൻ. ഓ ശരി. എന്താ ബോംബെ വെച്ച് നടത്തുന്നത്? 38ാം വാർഷികമായിരുന്നു. വാർഷികം. 38ാം ദിവ്യകാരുണ്യ വാർഷികമായിരുന്നു അച്ഛൻ പട്ടം സ്വീകരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ബോംബെയിൽ പോയി. പോയത്. ഓ അങ്ങനെ ഒരു കാര്യം കൂടെ നടന്നു എന്നുള്ളതാണ്. അതിന് മാർപ്പാപ്പ ആദ്യം വന്നത് ഞങ്ങൾക്ക് വന്നില്ല. ഞങ്ങളുടെ ഓർഡിനേഷൻ കഴിഞ്ഞു. ഓ അത് ശരി. പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റി? കാണാൻ. അപ്പോൾ ഈ ബോംബെക്ക് പോയത് ട്രെയിനിലായിരിക്കുമല്ലോ അല്ലേ? അതെ അതെ. ആദ്യത്തെ ട്രെയിൻ യാത്രയാണോ അത്? അതെ അതെ. ഇപ്പം മുമ്പ് അച്ഛനൊന്ന് സൂചിപ്പിച്ചല്ലോ, ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കയാത്ര ആദ്യത്തെ ഒരു ബസ് യാത്രയായിരുന്നു അല്ലേ? പട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ട്രെയിൻ യാത്ര. ഓക്കെ. ആദ്യം ഓർഡിനേഷൻ കഴിഞ്ഞാലും വീട്ടിലെ ഒരു ആഘോഷങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് അസിസ്റ്റൻ്റായിട്ട് ആണ് ആദ്യത്തെ അപ്പോയിൻറ്റ്മെൻറ്റ്. അത് കുടമാളൂർക്കാണ് എനിക്ക് കിട്ടിയത്. കുടമാളൂരോ? അൽഫോൻസാമ്മയുടെ സ്ഥലം. അപ്പോൾ അവിടെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. അവിടെ ആകുമ്പോഴത്തേക്ക് അവിടെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഒരു കുരിശുപള്ളി തന്നു. അത് ഞായറാഴ്ച ദിവസം പോകണം. നെടുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അങ്ങനെ പോകുന്ന ഒരു ദിവസം അരമേന്ന് ഇച്ചിരി നേരത്തെ കാപ്പി സാധനം കിട്ടും, കുടിക്കും. എന്നിട്ടപ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിൽ ചെന്നു. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ബസ് അവിടെയാണ് കിടക്കുക. ഞാൻ കയറാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടക്ടർ ബെല്ലടിച്ചു. ഇല്ല, കയറ്റിയില്ല. കയറ്റിയല്ലേ? അത് അച്ഛന്മാരെ ആദ്യം കയറ്റിയല്ലേ? അച്ഛന്മാരെ കയറ്റിയല്ലേ? അച്ഛന്മാർ ആദ്യം. ആണോ? ഓ അച്ഛന്മാർ ആദ്യം കയറ്റിയല്ല, ബാക്കി അവസാനമേ ഉള്ളൂ. അല്ല, ആദ്യം കയറ്റിയെന്ന് വേണ്ട, ആദ്യം കയറുന്നത് ഒരു ആരെങ്കിലും മനുഷ്യന്മാരായിരിക്കണം. അതിന് അച്ഛന്മാര് മലാഹമാരായിട്ടാണോ കരുതിയിരുന്നത്? അതൊക്കെ അവരുടെ ഒരു തോന്നലായിരിക്കേ. അല്ല, എല്ലാവരെയും സംബന്ധിച്ചും പുതിയൊരു അറിവാണ്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ കേരളക്കരയിലുണ്ടായിരുന്നു. ബസ്സിൽ ആദ്യം കയറേണ്ടത് ഒരു മനുഷ്യനായിരിക്കണം. ഒരു പുരോഹിതൻ വന്നു കഴിഞ്ഞാൽ കയറ്റില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും പൊതുവെയുള്ള ഒരു അറിവായിരിക്കും. അങ്ങനെ എന്നെ തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല. ബസ്സിന് പോകാനുള്ള അന്നേരം ഇപ്പം കയറിക്കൊള്ളാൻ പറഞ്ഞു. ശരി. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ അച്ഛൻ അന്നേരം എന്താ തോന്നിയത്? നമുക്കൊരു അല്ല, അത് എനിക്ക് തോന്നി അവരുടെ ഒരു കസ്റ്റമാണ്, അല്ലെ, രീതിയാണ് അല്ലേ? ഗുണമില്ലെന്നാണോ? അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരുന്നു അല്ലേ? ഏകദേശം അത് ഏത് കാലഘട്ടമായിരുന്നു വെച്ചാൽ? 64 1961 കാലഘട്ടമാണ് അല്ലേ? 64 വർഷം. 64 വിമോചന സമരത്തിന്റെ ഒക്കെ ഒരു അത് കഴിഞ്ഞാണ്. ഇനി അതുകൊണ്ടാണോ? അല്ലല്ലോ. അല്ല, അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ കയറിയിട്ട് പിന്നെ ഒരിടത്തൊന്നും ആൾ കിട്ടിയില്ല,
അടൂര് വന്നിട്ടാണ് കിട്ടിയത്. ഇതിനു മുമ്പ് ഒരു വിരോധം കയറിയിട്ട് അവർക്ക് ആളെ കിട്ടാത്തതുകൊണ്ടാണോ? ഒരു ദുരനുഭവം മുൻപേ ഉള്ളതുകൊണ്ടല്ലേ? ഓക്കെ, അതെ. കാരണം അത് കേരളത്തിന്റെ മൊത്തം പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അച്ഛന് വേദനിച്ചോ? അന്നേരം വേദന തോന്നി, വിഷമം തോന്നിയോ? ഇല്ല, അവരുടെ ഒരു രീതിയായിട്ട് അച്ഛൻ എടുത്തു. പക്ഷെ ഇപ്പോഴാണല്ലോ അതിന് മാറ്റം ഉണ്ടല്ലേ അച്ഛാ? കാരണം ഇപ്പം അങ്ങനെ നിൽക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർ വഴിമാറി തന്നിട്ട് അച്ഛന് കയറാനായിട്ട് അനുവദിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സാംസ്കാരികമായിട്ട് സത്യത്തിലൊരു ഔന്നത്യത്തിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. അച്ഛന്മാർക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു റെസ്പെക്റ്റ് അല്ലേ, ബഹുമാനം കിട്ടുന്ന ഒരു കാലഘട്ടം അത്. വ്യത്യാസമുണ്ട്. അതാ നവോത്ഥാന കാലഘട്ടത്തിനൊക്കെ മുമ്പുള്ള ഒരു കാലഘട്ടമാണല്ലോ. കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നല്ലോ അത്. അതുകൊണ്ട് തന്നെയാണ് അത് ചെറിയ ലക്ഷണമാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ആകെ 18 വീട്ടുകാരേ ഉള്ളൂ. 18 കുടുംബങ്ങളെ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്കൊന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് അല്ലേ, പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപത വിഭജിക്കുന്ന ഒരു സമയം അച്ഛൻ ചങ്ങനാശ്ശേരിയുടെ ഭാഗമായിരുന്നു. പക്ഷെ പിന്നീട് കാഞ്ഞിരപ്പള്ളിയുടെ ഭാഗമായി തീർന്ന അങ്ങനെ. അതും ഞാൻ കുന്നുംഭാഗം പള്ളിയിലെ വികാരിയാണ്. അപ്പം എൻ്റെ അടുത്ത് അന്നത്തെ പിന്നെ വട്ടക്കുഴി രാവല്ല, അതിന് മുമ്പ് പുള്ളി ചാൻസലറാണ്. പുള്ളി പിന്നെ ഓപ്ഷൻ കൊടുത്തോന്ന് ചോദിച്ചു. എവിടെയാണോ അത്? ഞാൻ പിന്നെ എന്നാ ഓപ്ഷൻ കൊടുക്കാൻ വടിയർപ്പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു നിശ്ചിത കാലം പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്ക് വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ അത് എടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ വട്ടക്കുഴി അച്ഛൻ പറഞ്ഞു, അത് ചിലപ്പം ചങ്ങനാശ്ശേരിയിലോട്ട് വിളിച്ചെങ്കിലോ അവിടുന്ന് അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പോണ്ടേ, വീടും എല്ലാം ചങ്ങനാശ്ശേരിയാണ്. അല്ല, പിന്നീട് അച്ഛൻ എന്തുകൊണ്ടാണ് ഈ കാഞ്ഞിരപ്പള്ളി ഓപ്റ്റ് ചെയ്ത്? പണ്ട് ഈ ഹൈറേഞ്ചിലൊക്കെ ഞാൻ പോകുമായിരുന്നു. ഈ വലിയ ആഴ്ചക്കൊക്കെ വലിയ ആഴ്ചയിൽ കുരിശ് മലകയറ്റം അതൊക്കെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ അത് ഇങ്ങോട്ട് വന്നത്. പിന്നെ അച്ഛന് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വികാരി ജനറൽ ആയിരുന്നു ദീർഘനാളല്ലേ? 14 വർഷത്തോളം അച്ഛൻ. 16 ഏതാണ്ടുണ്ട്. ആ സമയത്തെ അച്ഛൻ്റെ ഒരു അനുഭവങ്ങളും ദർശനങ്ങളും ഒക്കെ ഒന്ന് പറയോ? ദർശനമല്ല, സമാധാനപരമായിട്ടുള്ള ഇതാണ്. ഞങ്ങൾക്ക് കൂരിയുണ്ട്. കൂരിയ ആഴ്ചയിൽ ഒന്ന് കൂടും. അപ്പം അങ്ങനെ കൂടുമ്പം എന്തെങ്കിലും പറയാനുള്ളത് പറയുകയും അതിന് സൊല്യൂഷൻ അപേക്ഷകളും കാണുമല്ലോ, അതൊക്കെ സോൾവ് ചെയ്ത്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. വൈദികരിങ്ങനെ പല 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 പൊസിഷൻസിൽ പല രീതികളിൽ ഇരിക്കുമ്പോൾ അവരുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ, പ്രത്യേകിച്ചും എന്താ പറയുന്നത്, ഇപ്പോൾ വൈദികരാകാൻ വേണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ അതൊരു പ്രബോധനം പോലെ എടുക്കാൻ പറ്റുന്നതാണല്ലോ. മാതൃകയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഏറ്റെടുത്ത ആ ഒരു ജീവിത വൃത്തിയോട് അച്ഛൻ എപ്പോഴും വിശ്വസ്തനായിരുന്നു അല്ലേ? ആയിരുന്നു. അപ്പം എനിക്ക് ഈ കൂടുതൽ സമയം ഈ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് വികാരി ജനറലായിട്ടായിരുന്നു ഒന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 14 വർഷത്തോളം ഈ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിരുന്നില്ലേ? ഇല്ല, 3 വർഷമേ ഉള്ളൂ. കത്തീഡ്രൽ പള്ളിയില്ല, 3 വർഷമേ ഉള്ളൂ. 3 വർഷം വികാരിയാണ്. സിമിത്തേരി കപ്പലൊക്കെ ഉണ്ടാക്കി ഞാൻ. ഒരു മലയോര പ്രദേശമാണല്ലോ കാഞ്ഞിരപ്പള്ളി, കൃഷിയും ഒക്കെ ആയിട്ടേ. എന്നിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുടെ കഷ്ടപ്പാട്, വീടില്ലാത്തത്, ദാരിദ്ര്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടവകയിലായിരിക്കും നമ്മൾ വികാരിച്ചെന്നുള്ള രീതിയിൽ അച്ഛൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലേ? കൂടെയുള്ള കുടുംബങ്ങളൊക്കെ അങ്ങനെ ഇടവകയിലെ? എനിക്ക് ഇടവകയായിട്ട് ഇപ്പം എന്നാ പറഞ്ഞ ചെറുക്കടവിൽ നിന്ന് കുന്നുംഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വന്നത്. എനിക്കൊരു പ്രശ്നമില്ല. അച്ഛൻ്റെ ആത്മീയ ജീവിതം, പ്രാർത്ഥന കാര്യം. കോളേജിൽ പഠിച്ച സ്ഥലത്താണേലും ഒരു ഞങ്ങളത് വലിയൊരു അച്ഛനായിരുന്നു. വൈകിട്ട് ഇത് തൊന്തയിരുന്ന് പുള്ളി മാറിക്കഴിയുമ്പോഴത്തേക്ക് ഞാനായി. അച്ഛാ, ഈ ദൈവത്തോട് അടുത്ത് നടക്കുന്നവർക്ക് എപ്പോഴും ജീവിതത്തിൽ സഹനവും ബുദ്ധിമുട്ടും, അവൻ പറയുന്നത് ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെന്നല്ലേ പറയുന്നത്. വിശാലവും സന്തോഷപ്രദവും മാത്രമല്ല. അപ്പം തീർച്ചയായിട്ടും ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം? വിഷമമില്ല, ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. അവിടെയും ദൈവം അച്ഛനെ ഉള്ളെങ്കിൽ താങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഇത്രയും ദൈവാനുഗ്രഹം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അച്ഛൻ നവതി ആഘോഷിക്കുന്ന അല്ലേ ഒരാളാ. 90 വയസ്സ് വരെ അച്ഛൻ ലോകം കണ്ടു. ഒത്തിരി മാറ്റങ്ങളുണ്ടായി അല്ലേ? അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും എന്തുമാത്രം മാറ്റങ്ങളാ അല്ലേ? ഭയങ്കരമായിട്ട് ലോകം മാറിപ്പോയി. അല്ല, ഞാൻ പറയുന്നത് ഈ കുടുംബങ്ങളുടെ ഒരു മാറ്റം, അതിലൊരു വിശ്വാസ ജീവിതം ഒരു വെല്ലുവിളിയാണോ ഇന്ന്? വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളിയുണ്ട്. അത് ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പം അവനവൻ്റെ കാര്യം നോക്കുക, പള്ളിയോടൊന്നും അധികം അടുക്കാതിരിക്കുക, ആവശ്യമില്ല. പിന്നെ നേരത്തെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണെന്നതിൽ ഒരു യൂത്ത് പള്ളിയോട് ബന്ധിച്ച് എപ്പോഴും കാണും ഉണ്ടാകുമല്ലോ, നല്ല രീതിയായിരുന്നു. ഇപ്പോഴത്തെ യുവജനങ്ങളിൽ അച്ഛൻ കാണുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ ഒരു കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടല്ലേ? പ്രാർത്ഥിക്കാനായിട്ടൊക്കെയുള്ള രീതികളൊന്നുമില്ല. ഒരു കാര്യങ്ങൾ ചെയ്യും, ലീഡർഷിപ്പുണ്ട് അവർക്ക്. അതിന് പ്രാർത്ഥനയുടെ ബേസ് ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത് അല്ലേ അച്ഛാ? ജീസസ് യൂത്ത് മുതലുള്ള നല്ല സംഘടനകൾ വളരെ പ്രാർത്ഥനാ രൂപീകരിക്കുന്നുണ്ടല്ലോ. അത് കുറച്ചേ ഉള്ളൂ. അച്ഛൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകരോടോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയോടോ പറയാനുള്ള ഒരു സന്ദേശം? ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നുള്ള. ദൈവത്തോടു കൂടെ ആയിരിക്കണം. അച്ഛൻ്റെ ഇടവക ജീവിതത്തിൽ അല്ലെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി കിട്ടിയ ഒരു സംഭവമോ സാഹചര്യമോ? എൻ്റെ അവസാനത്തെ 5 കൊല്ലം, 4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 75 വയസ്സായിരുന്നു. ഞാൻ മാറിയില്ല. ഒരു വർഷം കൂടി അവിടെ തന്നെ നിന്നു. ഞാൻ പിറ്റേ കൊല്ലം 75 കഴിഞ്ഞ് 76ആയി. 76ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇവിടോട്ട് വന്നു, പ്രീസ്റ്റോണിലോട്ട് വന്നു. പ്രീസ്റ്റോണിലോട്ട് വന്നപ്പോഴത്തേക്കും പ്രക്രിയത്തിൽ ഞാൻ വരുമ്പോഴുണ്ട് പുള്ളി ഇത് അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അച്ഛനെ എല്ലാം കൂടി ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അതെനിക്ക് അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടിയില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീസ്റ്റോമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. റീഡിങ്ങൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി. പിന്നെ റാമ്പുണ്ടാക്കി, അത് 8 ലക്ഷം രൂപയായി. വൈദിക മന്ദിരത്തിൻ്റെ ഒരു റെനോവേഷൻ അച്ഛൻ ആ ഒരു പ്രായത്തിലും അല്ലേ നടത്തി? അപ്പോൾ അച്ഛൻ ഇപ്പം അവിടെ വൈദിക മന്ദിരത്തിലൊരു റീഡിങ് റൂം, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനെ കുറിച്ച് പറഞ്ഞു. അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്, വായിക്കുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. പെൻവേൽ ഒരു പുസ്തകമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഈ കാലഘട്ടത്തിൽ അച്ഛന് എന്നെ എടുക്കും എല്ലാ സമയം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? എനിക്ക് സമയം പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല. അച്ഛൻ എന്നാ ചെയ്യും? പിന്നെ വായിക്കുകയൊക്കെ ചെയ്യും. കാപ്പിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു റൂട്ട് ഉണ്ട്, അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. നേരത്തെ പോകുമായിരുന്നു. അങ്ങനെ 1-2 സ്ഥലത്ത് പോയി വീണു കഴിഞ്ഞപ്പം വടിയും കൂടെ കൊണ്ടേ പോവുള്ളൂ. അല്ല, ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴും മനസ്സിലായി 90-ാം വയസ്സിലും അച്ഛനെ പറമ്പിലൂടെയൊക്കെ ഇപ്പോഴും നടക്കുമെന്നാണ് പറഞ്ഞത്. ഈ പ്രകൃതിയായിട്ട് വലിയ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണോ? അതെ, ഞങ്ങൾ കൃഷിക്കാരാണല്ലോ. കൃഷിക്കാരൻ. അച്ഛനെ പറമ്പും നിലമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പണിയാൻ അറിയത്തില്ല, പണിയാൻ പറ്റിയില്ല. മതി, അച്ഛൻ്റെ ഒരു നോട്ടം മതി, കർത്താവ് അതിനെ അനുഗ്രഹിച്ചോളൂ. അല്ല, അതൊരു വലിയ കാര്യമാണ് അച്ഛാ. ഈ ഇത്രയും പ്രായത്തിലും പ്രാവിൻ്റെ കുറുകൾ അല്ലേ, അതേപോലെ തന്നെ വെയിലിൻ്റെ തിളക്കം, മണ്ണിൻ്റെ സുഗന്ധം ഒക്കെ അച്ഛൻ ഇപ്പോഴും അനുഭവിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ട്. അത് വലിയൊരു കാര്യം. പ്രകൃതി നമ്മളെ സുഖപ്പെടുത്തും പറയുന്ന പോലെ അച്ഛൻ ആ പ്രകൃതിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു സുഖവും സൗഖ്യമൊക്കെ അച്ഛൻ ഏറ്റുവാങ്ങുന്നുണ്ട്. പ്രകൃതിയിലെ ഈശ്വര ചൈതന്യത്തെ അച്ഛനെ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അച്ഛനെ ഞങ്ങളും നന്നായി കേൾക്കുകയായിരുന്നു അല്ലേ. ജീവിതത്തെ വലിയൊരു ഭാരമായിട്ട് കാണാതെ, ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ എന്താ പറയുന്നത്, സ്വച്ഛന്തമായിട്ട് സായാഹ്നത്തിലൂടെ കടന്നു പോവാണ്. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ഫാദറുകളെ സത്യമാണ്, ഒരു നല്ല പണിക്കാരനാണ്. നല്ല പണിക്കാരനാണ്. അല്ല, അത് തന്നെ നല്ലൊരു ഓർമ്മയല്ലേ എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവ് കഠിനാധ്വാനി ആയിരുന്നു അല്ലേ. അത് മക്കൾക്കുള്ള നല്ല ഓർമ്മയാണ്. അപ്പോൾ അച്ഛൻ്റെ 90 വർഷം നീണ്ട ഈ ജീവിതത്തിലൂടെ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്യുമായിരുന്നു. ഇത്രയും നല്ല ഫലദായകമായ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം തന്നതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഈ കൂട്ടായ്മയിലെ ചിന്തകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനുള്ള
കൃപ നൽകണം. ക്രിസ്ത്യാമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ സംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികർ ഒത്തിരിയധികം സ്നേഹിക്കുന്ന ശിഷ്യഗണങ്ങളുടെ വലിയ കൂട്ടം ചുറ്റുമുള്ള ബഹുമാനപ്പെട്ട മാത്യു ഏറത്തേടത്തച്ഛൻ നമുക്കെന്നും വലിയ മാതൃകയും പ്രചോദനവുമാണ്. അച്ഛൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് വലിയ സന്തോഷവും. അച്ഛനിലൂടെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന, പുരോഹിതരെ ബഹുമാനിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.